നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chamat. വാർത്തകൾ വിശദമായി. ജനവിരുദ്ധ കേന്ദ്ര ബജറ്റിനെതിരെ ഫെബ്രുവരി 25 ജില്ലാ കേന്ദ്രങ്ങളിൽ നടത്തുന്ന മാർച്ചിന്റെ പ്രചരണാർത്ഥം CPIM തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റി നടത്തുന്ന കാൽനട പ്രചരണ ജാഥയ്ക്ക് തിരൂരങ്ങാടിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ വൻ സ്വീകരണം നൽകി. കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ മലപ്പുറം GST ഓഫീസ് ഉപരോധത്തിന്റെ പ്രചരണാർത്ഥമായി നടത്തുന്ന കാൽനട പ്രചരണ ജാഥ ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. CPIM ജില്ലാ കമ്മിറ്റി അംഗം VP സോമസുന്ദരൻ ജാഥ ക്യാപ്റ്റനും CPIM ഏരിയ സെക്രട്ടറി തയ്യിൽ അലവി മാനേജറും ഏരിയ കമ്മിറ്റി അംഗം C ഇബ്രാഹിംകുട്ടി വൈസ് ക്യാപ്റ്റനുമായ ജാഥയ്ക്ക് തിരൂരങ്ങാടിയിൽ വിവിധയിടങ്ങളിലാണ് സ്വീകരണം നൽകിയത്. കക്കാട് നിന്നാണ് ഇന്നത്തെ പ്രചരണ ജാഥ ആരംഭിച്ചത്. തുടർന്ന് തിരൂരങ്ങാടി CK നഗർ, ചെമ്മാട്, കരിപ്പറമ്പ്, പതിനാറുകൾ എന്നിവിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം പാലത്തിങ്ങലിൽ സമാപിച്ചു. ബിജെപിയുടെ കേന്ദ്ര ബജറ്റ് വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ VP സോമസുന്ദരൻ, ജാഥ മാനേജർ തയ്യിൽ അലവി, വൈസ് ക്യാപ്റ്റൻ C ഇബ്രാഹിംകുട്ടി, T കാർത്തികേയൻ, C സിറാജ, O കൃപാലിനി, T നിയാസ്, തിരൂരങ്ങാടി ലോക്കൽ സെക്രട്ടറി MP ഇസ്മായിൽ, K രാമദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന ഭരണത്തെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണം നടത്തുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന നിയമങ്ങൾക്കെതിരെ, അതുപോലെ തന്നെ ഏറ്റവും വലിയ മഹാദുരന്തമായിരുന്ന വയനാട് ചുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവർക്ക് പുനരധിവസിപ്പിക്കാൻ ആവശ്യമായ ഫണ്ട് നൽകാത്ത കേന്ദ്ര നിലപാടിനെതിരെയാണ് ഈ സമരം. മറ്റനവധി പ്രശ്നങ്ങളുണ്ട്, അതിലേക്കൊന്നും വിശദമായിട്ട് കടക്കുന്നില്ല. ഈ മുദ്രാവാക്യങ്ങളുടെ പ്രസക്തിയെ സംബന്ധിച്ചും അതിന്റെ രാഷ്ട്രീയമായ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ എനിക്ക് മുമ്പ് സംസാരിച്ച സഖാവ് നിയാസും അതുപോലെ തന്നെ കാർത്തികേയനും വളരെ വിശദമായിട്ട് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താണ് കേന്ദ്ര ഗവൺമെന്റ് നിലപാട്? കേന്ദ്ര ഗവൺമെന്റിന്റെ മാത്രമല്ല, ആ പ്രശ്നത്തോട് കേരളത്തിലെ ലീഗും കോൺഗ്രസും കേരളത്തിലെ BJPയും ജമാഅത്തെ ഇസ്ലാമിയും SDPയും എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതൊക്കെ അവർ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ നല്ലപോലെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കേരളത്തോടുള്ള അവഗണന മലയാളികളോടുള്ള അവഗണനയാണ്, അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരോടുള്ള അവഗണനയല്ല. കേരള സംസ്ഥാനത്തോടുള്ള അവഗണനയാണ്. ആ അവഗണനകൾ തുടർന്ന് നമ്മൾ നട്ടലിൽ വളച്ച് അവരുടെ മുമ്പിൽ മുട്ടുമടക്കി നിൽക്കണോ അതോ അതിനെ പ്രതിരോധിക്കണോ? ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. നാളെ ഉള്ളണത്ത് നിന്നാണ് ജാഥ ആരംഭിക്കുക. തുടർന്ന് പുത്തരിക്കൽ, ചെറമംഗലം, പുത്തൻപീടിക, പരപ്പനങ്ങാടി, ചാപ്പപ്പടി, അങ്ങാടി, ആലുങ്ങൽ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ചെട്ടിപ്പടിയിൽ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.